നമസ്കാരം. സംഭവം കേരളത്തിനും കേരളത്തിലെ നാട്ടുകാർക്കും 10 പൈസയുടെ ഗുണമുണ്ടായില്ലെങ്കിലും നമ്മൾ നാട്ടുകാരുടെ ചെലവില് വിജയേട്ടനും ഭാര്യ കമല ചേച്ചിക്കും ലോകത്തിലെ 10-26 രാജ്യങ്ങൾ ചുറ്റിക്കാണാനുള്ള സൗഭാഗ്യം കിട്ടി. അതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. പറഞ്ഞു വരുന്നത് നമ്മളുടെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും സംഘവും 2016 അധികാരത്തിൽ കയറിയതിനു ശേഷം ഈ 9 വർഷത്തിന്റെ ഇടയിൽ 26 ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ 2 വർഷം കൊറോണയായിട്ട് പോയി, കഴിച്ചു ബാക്കി 7 കൊല്ലം കൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചത്. കൊറോണ വന്നത് നമ്മുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ ഒരു 10 രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ 7 വർഷത്തിന്റെ ഇടയിൽ 26 രാജ്യങ്ങളിൽ പോയി കേരളത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം പിണറായി വിജയനും സംഘവും നടത്തി. അപ്പൊ അങ്ങനെ ഓരോ യാത്ര കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരുമ്പോഴും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ വലിയ വലിയ കോടികളുടെ കണക്ക് ഇവിടെ പറയാറുണ്ട്. 2019 ജപ്പാൻ കൊറിയ സന്ദർശനം കഴിഞ്ഞു വന്ന പാടെ പറഞ്ഞത് 300 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടു, കേരളത്തിലേക്ക് 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നുള്ളതാണ്. ദുബായിലേക്ക് 2016-17 കാലഘട്ടത്തിൽ പോയി വന്നപ്പോൾ പറഞ്ഞത് ഏതാണ്ട് 170 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ തവണ ദുബായി പോയി വന്നപ്പോൾ $500 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 2022 നോർവേ, ഫിൻലാൻഡ്, UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ആ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന പാടെ ഹൈഡ്രോ പ്രോ അതുപോലെ കാമ്പി ഗ്രൂപ്പ് ഒക്കെ കേരളത്തിൽ 180 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്നും, കോർവസ് എനർജി എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നും, ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഗോപിചന്ദ് നേരിട്ടിട്ട് പിണറായി വിജയനെ കണ്ടിരുന്നു. അദ്ദേഹം ഒരു 150 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിൽ നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ സ്റ്റെപ്പ് എടുത്തിട്ടാണ് പിണറായി വിജയൻ സാർ യൂറോപ്പിൽ നിന്ന് മടങ്ങിയെത്തിയത് എന്നൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളും ആൾക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന 26 രാജ്യങ്ങളിലേക്കുള്ള ഈ യാത്ര കഴിഞ്ഞിട്ട് ഒരു MOU പോലും, ഒരു സിംഗിൾ റുപ്പിയുടെ ഇൻവെസ്റ്റ്മെന്റ് പോലും കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. അപ്പോ കമല ചേച്ചിയും വീണ ചേച്ചിയും പിന്നെ പേരക്കുട്ടിയും ഇതുപോലെയുള്ള മന്ത്രി രാജീവ്, അബ്ദുൾ റഹ്മാൻ, ഷംസീർ, അങ്ങനെ വലിയ ബാലഗോപാൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് നാടാന്തരം പോയതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, എൻഡ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ 10 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ യാത്രകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കി എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ കേരളത്തിലെ സർക്കാർ സന്നദ്ധമാവുന്നില്ല. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം മെയ് മാസത്തില് ഈ യാത്രകൾക്കായിട്ട് ഏതാണ്ട് ഇതിനു മുമ്പ് അനുവദിച്ച തുക പോരാത്തതുകൊണ്ട് ഒരു 3 കോടി 56 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് അനുവദിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ എന്തായാലും വലിയ കോടികൾ, 10ന്റെ മുകളിലുള്ള കോടികൾ ചെലവാക്കിയിട്ട് ഇത്തരത്തിലുള്ള വലിയ യാത്രകളും വലിയ സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഇപ്പോ തിരിച്ചു വന്നിട്ട് പറയുകയാണ് 10 പൈസ വന്നില്ല എന്നുള്ളത്. ഞാൻ ഓർക്കുന്നു, ജപ്പാനിലേക്ക് പോയിട്ട് ടോക്കിയോയിൽ നടത്തിയ ഒരു ഉച്ചയൂണിന് 2 ലക്ഷം രൂപയാണ് ചെലവ് ചെയ്തത്, ഒറ്റ ഉച്ചയൂണിന്. അതുപോലെ തന്നെ അവിടുത്തെ സോൾ എന്ന് പറയുന്ന സിറ്റിയിൽ നടത്തിയിട്ടുള്ള പിണറായി വിജയൻ നടത്തിയ റോഡ് ഷോന് ഏതാണ്ട് 15 ലക്ഷം രൂപയായിരുന്നു ചെലവ്. അതുപോലെ അവിടുത്തെ തന്നെ മറ്റൊരു നഗരമായ ബുസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജപ്പാനിൽ നടത്തിയ റോഡ് ഷോന് 36 ലക്ഷം രൂപയാണ് ചെലവ് ചെയ്തത്. അമേരിക്കയിലെ ന്യൂയോർക്കിലും വാഷിംഗ്ടൺ DC-യിലൊക്കെ നമ്മൾ കണ്ടുല്ലോ ഇരുമ്പ് ചെയറിലിരിക്കുന്ന പിണറായി വിജയനെ, അതിന് കൊടുത്തത് ലക്ഷങ്ങളാണ്, 10 ലക്ഷമോ 12 ലക്ഷം രൂപയാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താനായിട്ട് ചെലവാക്കിയത്. അപ്പൊ അങ്ങനെ 2016 UAE, 2017 ബഹ്റൈൻ, 2018 3 തവണ US, 1 തവണ UAE, 19 ജപ്പാൻ, കൊറിയ, 2019 ജനീവയിലേക്ക്, 2019 തന്നെ നെതർലാൻഡ്സ്, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, UK, 2020 ദുബായി, അന്ന് ദുബായിലെ പ്രിൻസിനെയൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ് അവകാശവാദമായിട്ട് ഉന്നയിച്ചിരുന്നത്. 22 നോർവേ, ഫിൻലാൻഡ്, ബ്രിട്ടന്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്താണ്, ഒക്ടോബർ 1 ഞാൻ ഓർക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ യാത്ര നീട്ടിവെക്കുകയും അദ്ദേഹം മരിച്ച് സെക്കൻഡ് ഡേ തന്നെ, എനിക്ക് തോന്നുന്നു ഒക്ടോബർ 2-നോ 3-നോ ആണ് ഈ പറയുന്ന യാത്രയ്ക്ക് പിണറായി വിജയൻ പോയിട്ടുള്ളത്. പിന്നെ 2023 US, ക്യൂബ, ദുബായ്, അങ്ങനെ ഈ പറയുന്ന ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് കേരളത്തിന് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ആനമുട്ട. അപ്പോൾ എന്തായാലും കേമമാവുന്നുണ്ട് കാര്യങ്ങൾ. ഈ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ മാത്രം പൊട്ടന്മാർ ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും സഖാവിന് കുറച്ചും കൂടെ ദീർഘായുസ് കൊടുക്കട്ടെ. കുറച്ചും കൂടിയൊക്കെ രാജ്യങ്ങൾ ഇനിയും പോകാനും സന്ദർശിക്കാനും ഒക്കെ ബാക്കിയുണ്ട്. അതിനുള്ള ഒരു ഭാഗ്യം കൂടെ നൽകട്ടെ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.